സഹായിക്കുവാനുള്ളതായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തിൽ നമ്മൾ ഓർപ്പിച്ചുകൊണ്ടും എന്റെ പിന്നിൽ ഒരുപാട് പോലെ ആശംസകൾ അറിയിക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാർത്ത പ്രസംഗിക്കാണ് എല്ലാവിധമായ ആശംസകളും ഈ ഞാറ്റുവേലയ്ക്ക് അർപ്പിച്ചുകൊണ്ട് വാർത്തകളോട് എല്ലാവർക്കും നമസ്കാരം. ഈ പദ്ധതി വിശദീകരണത്തിനായി ബഹുമാനപ്പെട്ട ശ്രീമതി സുമി അവരുടെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീ ലിജു ആനുള്ള അവർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസാരിച്ചു പോയ നമ്മുടെ പുനലൂരിന്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ അജയ് പ്രസാദ് അവർ, അതുപോലെ തന്നെ നിങ്ങളോട് ഇത്ര നേരം ഇവിടെ വളരെ നല്ല രീതിയിൽ കൃഷിയെ പറ്റിയും കൃഷിയുടെ പ്രാധാന്യത്തെ പറ്റിയും സംസാരിച്ച ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബേബി മാത്യു അവർ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീ S. പ്രേംരാജ്, ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ചെയർമാനായിട്ടുള്ള ശ്രീ രാജീവ് കോശി, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, എന്റെ സഹപ്രവർത്തകരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർഷക സഭ അതുപോലെ ഞാറ്റുവേല ചന്ത ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്നൊന്ന് ഒരു പഞ്ചായത്തിലൊരു കർഷക സഭ എന്നുള്ള രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഈ ഒരു സഭയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷിഭവന്റെ വിവിധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി തരിക, കൃഷിവകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികൾ, അതുപോലെ പഞ്ചായത്ത് കൃഷിവകുപ്പുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുക, ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അത് നമുക്ക് മുമ്പിലേക്ക്, അതായത് നിങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുകൾത്തട്ടിലേക്ക് എത്തിക്കുവാൻ ഉള്ളൊരു അവസരം വരുമ്പോൾ അത് എത്തിക്കുക. അങ്ങനെയുള്ള വിവിധ ഉദ്ദേശങ്ങളിലാണ് നമ്മൾ കർഷക സഭകൾ സംഘടിപ്പിക്കുന്നത്. ഈ കർഷക സഭയിൽ നമ്മൾ ഈ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് ഞാനൊരു പറഞ്ഞ കൃഷിവകുപ്പ് നടത്തുന്ന ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അതിനെ ലിസ്റ്റ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് അത് ഓരോന്നും വിവരിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കർഷകരെ സംബന്ധിച്ച് കൃഷിയുമായി മുന്നോട്ട് പോകുന്ന, അതിൽ നിന്ന് മാത്രം വരുമാനം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൊന്ന് പ്രധാനമായും നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്നത് സൗരവേലി അല്ലെങ്കിൽ ചെയിൻ ലിങ്ക് ആയിട്ടുള്ള വേലികൾ, അങ്ങനെ ചെയ്തുകൊണ്ട് കൃഷിയെടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്തരം പദ്ധതികൾക്ക് പഞ്ചായത്ത് വളരെ വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിൽ മുൻ വർഷങ്ങളിലും വരും വർഷങ്ങളിലും അതുപോലെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിയിടത്തെ സംരക്ഷിക്കാനുള്ള വേലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേക പദ്ധതികളിലേക്ക് അപേക്ഷ നൽകുന്നതിന് നിങ്ങൾ ഗ്രാമസഭകളിൽ പങ്കെടുക്കണം, അതിലേക്ക് അപേക്ഷ നൽകണം. 50% സബ്സിഡിയിലാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ബാക്കി തുക മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയാൽ മതിയാകും. ഇനി നമ്മളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന്റെ മൂലധനം നമുക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് 90% ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കീമുകൾ, ബാങ്ക് ലോൺ ഉൾപ്പെടെ സബ്സിഡി ഇനത്തിലുള്ള പലിശയിൽ സബ്സിഡി വരുന്ന തരത്തിലുള്ള ബാങ്ക് ലോണുകൾ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. അതുമായി നോക്കുക, അത് കിട്ടുന്നത് മേടിക്കുക. ഇപ്പൊ വിത്ത് തന്നെ ഇവിടെ കൈകൾ തന്നെ നമ്മൾ വിതരണം ചെയ്യുന്നു. എത്ര പേര് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചു വെക്കുന്നുണ്ടാവും? അത് നമ്മളത് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം കൃഷി വകുപ്പിനെ പല കാര്യങ്ങളും പഴി പറയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഭാഗം എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഈ ഞാറ്റുവേല ചന്ത നടത്തുന്നത്, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൃഷിയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ ഗ്രഹങ്ങളെ ചുറ്റും വരുന്ന എടുക്കുന്ന ഒരു സമയമാണ് ഞാറ്റുവേല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിൽ തിരുവാതിര ഞാറ്റുവേല 27 ഞാറ്റുവേല ഉള്ളതിൽ തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് ഈ ജൂലൈ 6 കൊണ്ട് തിരുവാതിര ഞാറ്റുവേല അവസാനിക്കും. ജൂൺ 22 മുതൽ തുടങ്ങിയതാണ്. ഈ തിരുവാതിര ഞാറ്റുവേലയിലാണ് നമുക്ക് കാർഷിക വിളകൾ നടുന്നതിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്.
ആ സമയത്ത് നമ്മളൊരു കൊമ്പടിച്ച് കുത്തിയാൽ പോലും അത് മുളയ്ക്കും എന്നാണ് അതിനെപ്പറ്റി ഒരു പഴഞ്ചൊല്ലുള്ളത്. നമ്മൾ എന്തുകൊണ്ട് വെറുതെ ഒന്ന് നട്ടു കൊടുത്താലും മതി, അത് കിളിച്ചു പോകണം. അത്രയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണെന്നുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവാതിര ഞാറ്റുവേല തന്നെ ഈ ഒരു പരിപാടി നടത്താൻ തിരഞ്ഞെടുത്തതിന്റെ തന്നെ കാരണം അതിന്റെ ആ ഒരു പ്രാധാന്യം അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി തരിക, സമയബന്ധിതമായി ഈ നടീ വസ്തുക്കൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇവിടെ വെച്ചിരിക്കുന്ന തൈകൾ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ 50% സബ്സിഡി തരാൻ സാധിക്കുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കിവിടെ ആ ഒരു സമീപ പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പാകത്തിൽ എളുപ്പത്തിൽ ആ തൈകൾ എത്തിച്ചു തരിക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായും ഞാറ്റുവേല ചന്തകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തൈകളെല്ലാം തന്നെ വാങ്ങി പോകുമ്പോൾ ഇത് കൃത്യമായിട്ട് പരിപാലിക്കാനുള്ള ഒരു മനസ്സിന് നിങ്ങൾ കാണിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങുക എന്നതിനുപരി പലവിധമായ പ്രോജക്ട് അടിസ്ഥാനമാക്കി നമുക്ക് പലവിധ സബ്സിഡികളും ധനസഹായങ്ങളും ലഭ്യമാകുന്നുണ്ട്. അത് കൂടുതലായി നിങ്ങൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ അവർ പറഞ്ഞു തരും. നമുക്ക് എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ കുടുംബശ്രീ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരാൾക്ക് വ്യക്തിഗതമായി നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യകത എന്താണ് എന്ന് കൃഷിഭവനെ അറിയിച്ചാൽ ആ ഒരു ആവശ്യകത എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. പല സ്കൂളുകളിലും കുട്ടികളുടെ ഇടയിലൊക്കെ പലവിധമായ വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ വളരെ വിരളമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കിട്ടാൻ അവരുടെ ആ ഒരു സ്വഭാവ സൃഷ്ടി ഉണ്ടാകുന്ന ഒരു സമയത്ത് അതിലുണ്ടാകുന്ന വൈകല്യങ്ങളെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിടുകൊണ്ട് നിർത്തുന്നു. നന്ദി.